എന്റെ പേര് അഞ്ജലി. കഴിഞ്ഞ 4 വർഷം ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വേണമെന്നാണ് പറയുന്നത്. എനിക്ക് എന്റെ മോടെ കൂടെ ജീവിക്കണമെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതെന്റെ ഭാര്യയാണ് അഞ്ജലി. 4 വർഷമായിട്ട് കിഡ്നി രോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ്, ഏകദേശം ഒരു 1000-ഓളം ഡയാലിസിസ് കഴിഞ്ഞു. എനിക്കൊരു 4.5 വയസ്സുള്ള മോളുണ്ട്, LKG പഠിക്കുകയാണ്. ആ കൊച്ചിന്റെ ഒപ്പം എന്റെ ഭാര്യയ്ക്ക് ജീവിച്ച് മതിയായിട്ടില്ല. അപ്പോഴേക്കാണ് ഈ രോഗം വന്ന് പിടിപെട്ടത്. ഞങ്ങൾക്ക് സർജറിക്ക് ആവശ്യമായ പൈസ ഞങ്ങളെ കൊണ്ട് കണ്ടെത്താനാവുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. സഹായിക്കണം കേട്ടോ. വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള അഞ്ജലി ചേച്ചി, ഈ സഹോദരി നമ്മളോടൊക്കെ ജീവന് വേണ്ടി കേണ അപേക്ഷിക്കുകയാണ്. ഞങ്ങളിപ്പോ ഉള്ളതേ പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന പ്രദേശത്തെ പോത്തുണ്ടി ഡാമിന്റെ അടുത്ത് നെല്ലിച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദാ സുനിലേട്ടന്റെ വീട്ടിലാണുള്ളത്. നോക്കൂ, വെറും 29 വയസ്സ് മാത്രം പ്രായത്തിനുള്ളിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് കിഡ്നി പേഷ്യന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ആഴ്ചയിലും 3 ഡയാലിസിസ് ചെയ്തിട്ട് നോക്കൂ നിങ്ങൾ കൈയിന്റെ ഒക്കെ അവസ്ഥ. ബഡ്ജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 1000-ലേറെ ഡയാലിസുകൾ ഇപ്പോ ഈ ചേച്ചിന്റെ ശരീരത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചേച്ചി ഇപ്പൊ കരയണ എന്തിനറിയോ? വെറും 4.5 വയസ്സ് മാത്രമേ ഒരു പൈതലുണ്ട് ഇവർക്ക്. ആ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കെന്റെ പൊന്നുമോളെ വിട്ട് പിരിഞ്ഞു പോവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഒരു സഹോദരി, വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ സഹോദരി ജീവന് വേണ്ടി നമ്മുടെ ഉപരി കെഞ്ചുകയാണ്. ഇവര് മൃഗസഞ്ജീവനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ലിസ്റ്റിൽ പേരും വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തണം. അതിന് ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ ഇവർക്ക് ആവശ്യമാണ്. യാതൊരു നിവൃത്തിയില്ലാത്തവിടെ നമ്മുടെ മുമ്പിൽ വന്നിങ്ങനെ കൈ നീട്ടുന്നതേ. കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ, ഒരു ഡ്രൈവറാണ്, JCB ഓപ്പറേറ്റർ. ദിവസം പണിയൊന്നുമില്ലപ്പോ ഈ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ആഴ്ചയിൽ ഒരു 3 പണി കിട്ടുമ്പോ ആ 3 പണിയിലാണ് ഈ ചേച്ചിനെ 3 ദിവസം ഡയാലിസിന് കൊണ്ടുവരണം ഒരാഴ്ചയില്. ഇവർക്ക് ആ 4.5 വയസ്സുള്ള പിഞ്ച് പൈതലിനുള്ള സാധനങ്ങൾ വാങ്ങണം, ഈ ചേച്ചിന്റെ ട്രീറ്റ്മെന്റ് നടത്തണം, ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദിവസമാണെങ്കിൽ ഇദ്ദേഹത്തിന് വർക്കുമില്ല. ഇപ്പൊ ലിസ്റ്റിൽ പേര് വന്നതുകൊണ്ട് ഈ നാട്ടുകാർ മൊത്തം നിങ്ങളുടെ കൈ നീട്ടുകയാണ്. പ്രിയരെ സഹായിക്കണം. ഇതൊരു ഉൾനാടൻ പ്രദേശമാണ്. അപ്പൊ അവർക്ക് എങ്ങനെ ഫണ്ട് റേസ് ചെയ്യണമെന്നോ ഫണ്ട് സ്വരൂപിക്കണമെന്നോ അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു 10-15 ലക്ഷം ഉണ്ടെങ്കിൽ, ഒരു 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ കണ്ണുനീര് നമുക്ക് മാറ്റാൻ പറ്റും. ആ പൊന്നുമോൾക്ക് ഈ അമ്മയെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഇവരുടെ കുടുംബത്തിലെ ഭാര്യയായിട്ട് എന്നും ഈ ചേച്ചി ഇവിടെ ഉണ്ടാവും. പണമില്ലാത്തതിന്റെ പേരിലെ മരണത്തിന് വിട്ടുകൊടുക്കരുത് കേട്ടോ. കാരണം നമ്മുടെ സഹോദരിയായിട്ട് കണ്ടുകൊണ്ടേ എല്ലാവരും സഹായിക്കണം. നമ്മുടെ കുടുംബത്തിലൊരു അംഗമായി കാണണം. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ അറിയോ? എനിക്ക് എന്റെ മകളെ വിട്ടു പിരിയാൻ കഴിയില്ല എന്നാണ്. പേടിച്ചേക്കാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് പേടിച്ച് പണമില്ലാത്തതിന്റെ പേരില് പേടിച്ച് മുന്നോട്ട് പോവാണ്. നാളത്തെ മരുന്നിന് എന്ത് ചെയ്യും, മറ്റന്നാളത്തെ ഡയാലിസിസ് എവിടെ നിന്ന് കടം വാങ്ങുന്ന ഏട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം നിവൃത്തിയില്ലാത്ത കുടുംബാണ്. ആ കുട്ടീന്റെ മുഖം വിചാരിച്ചിട്ടെങ്കിലും, ആ പൈതലിനെ വിചാരിച്ചിട്ട് നമുക്ക് ഈ അമ്മേനെ തിരിച്ചു കൊടുക്കണം. എല്ലാരും സഹായിക്കണം. ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ സഹോദരിയായിട്ട് കണ്ടുകൊണ്ട്. നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പേര് സുധാരേന്ദ്രൻ എന്നാണ്. ഇവിടെ പാലക്കാട് ജില്ലയിൽ നെന്മാറ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നെന്മാറ പഞ്ചായത്തിൽ നെല്ലിച്ചോട് കാഞ്ഞിരങ്കോട് പ്രദേശത്ത് സുനിലിന്റെ ഭാര്യ അഞ്ജലി, 29 വയസ്സാണുള്ളത്. അവർക്ക് LKG പഠിക്കുന്ന നെല്ലിച്ചോട് പ്രദേശത്തെ അഞ്ജലി ശിവൻ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു മാരകമായി തന്നെ പറയാം, 2 കിഡ്നിയും പ്രവർത്തനരഹിതമായി ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തോളമായി പല ആശുപത്രികളിലും ചികിത്സിച്ചുകൊണ്ട് ഇപ്പോൾ ആഴ്ചയിൽ തന്നെ
3 തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ട് ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും